ഹലോ ഹായ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ഇൻട്രോ ചെയ്തു കഴിഞ്ഞു. അതിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങളാകെ ഡൈനാമിക്കും സ്റ്റാറ്റിക്സും പഠിച്ചു. അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, റിസൾട്ടൻ്റ് എന്താണ്, റിയാക്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാൻ പോകുന്നത് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മെറ്റീരിയൽസിൻ്റെ ഇൻറ്റേർണലി ഉണ്ടാവുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന റിയാക്ഷൻസും അതിൻ്റെ ഡീറ്റെയിൽസുമാണ്. എങ്ങനെയൊക്കെയാണ് റിയാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഇഫക്ട്സ് എന്തൊക്കെയാണ്, സ്ട്രെസ് ഉണ്ടാവുന്നുണ്ട്, സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്, അതെങ്ങനെ ഉണ്ടാവുന്നു, ഇനി ഇതുപോലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ മെറ്റീരിയൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിൻ്റെ സൈസ് എങ്ങനെ കൊടുക്കണം, ജിയോമെട്രിക്കൽ എങ്ങനെയായിരിക്കണം എന്നതൊക്കെയാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിതിൻ്റെ സിലബസ് KTU സൈറ്റിൽ അവൈലബിൾ ആണ്. കൂടാതെ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാനത് മെറ്റീരിയൽസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെടുക്കുക, അതിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് നമ്മളിനി ഡീൽ ചെയ്യാൻ പോകുന്നത്, എത്ര മോഡ്യൂൾസ് ഉണ്ട്, എത്ര ടൈം എടുക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ടോപ്പിക്സ്, എങ്ങനെ കവർ ചെയ്യുന്നു, ഈ രീതി ഒന്ന് ശരിക്കും നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ വരുന്ന പ്രധാന കാര്യങ്ങൾ സമയാസമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ ആകെ മൊത്തം ഒരു ഐഡിയ ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മുടെ പഠനത്തിന് ഗുണം ചെയ്യും. ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മൊത്തമായിട്ട് 5 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ 3 മോഡ്യൂൾസ് 8 മണിക്കൂർ വീതവും, 4ാമത്തെ മോഡ്യൂൾ 9 മണിക്കൂറും, 5ാമത്തെ മോഡ്യൂൾ 12 മണിക്കൂറും വീതമാണ് വേണ്ടത്. അങ്ങനെ ടോട്ടൽ 45 മണിക്കൂറുകളാണ് ഈ സബ്ജക്റ്റിന് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മിനിമം അത്രയെങ്കിലും സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ ക്ലാസ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ജസ്റ്റ് ആ 45 മണിക്കൂർ മാത്രം മതിയാവില്ല. കാരണം കുറേ പ്രോബ്ലംസ്, എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സബ്ജക്റ്റിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ഷെഡ്യൂളിനുള്ളിൽ വെച്ച് ഞാൻ നോട്ട് തരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ക്ലാസ്സുകൾ തരും. ബാക്കി നിങ്ങൾ എക്സ്ട്രാ ടൈം എടുത്തത് വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണം. നിങ്ങൾക്ക് ആകെ ഉച്ചവരെ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നുള്ളൂ. ബാക്കി സമയം നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ പഠനത്തിന് വേണ്ടി നിർബന്ധമായിട്ടും മാറ്റി വെക്കണം. 5 ദിവസം അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 7 ദിവസത്തിൽ ആകെ 6 സബ്ജക്റ്റ് അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ളൂ കാര്യമായിട്ട്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന സബ്ജക്റ്റുകൾക്ക് 1 1.5 അല്ലെങ്കിൽ 2 ദിവസം മാറ്റി വെച്ച് ഓരോ ദിവസവും ഒരു സബ്ജക്റ്റ് എങ്കിലും മിനിമം വരുന്ന രീതിയിൽ നിങ്ങൾ ടൈം കൊടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഈ സിലബസിലേക്ക് വരാം. ഇവിടെ ഒന്നാമത്തത് 1.1 റിവ്യൂ ഓഫ് സ്റ്റാറ്റിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ മുന്നത്തെ പവർ പോയിന്റിലുണ്ടാവും. എന്തൊക്കെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയാം. ഒരു ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനിൽ റീമെയിൻ ചെയ്യുന്നതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അങ്ങനെ ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് സ്വയം തന്നെ തമ്മിൽ തന്നെ അത് ഈക്വലൈസ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. സിഗ്മ Fx ഈക്വൽ ടു 0, സിഗ്മ Fy ഈക്വൽ ടു 0 ആൻഡ് സിഗ്മ M ഈക്വൽ ടു 0. ഇതായിരുന്നു കണ്ടീഷൻ. സിഗ്മ Fx എന്നതിന് പകരം സിഗ്മ X എന്നും ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ സിഗ്മ H ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. ഈ സിഗ്മ Fy എന്ന് പറഞ്ഞാൽ y ഡയറക്ഷനിൽ സിഗ്മ Fy, സിഗ്മ y അല്ലെങ്കിൽ സിഗ്മ v, ഈ 3 ടേം ഉപയോഗിക്കാറുണ്ട്.
y ഡയറക്ഷനിലെ നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. പിന്നെ സിഗ്മ m ഈക്വൽ ടു 0. മൊമെന്റ്, the total moment due to this forces acting is equal to 0. ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം നിങ്ങൾ പഠിച്ചതാണ്, എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക എന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ ലോഡ്, സപ്പോർട്ടിംഗ് കണ്ടീഷൻ എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് എക്സ്റ്റേണൽ ലോഡും റിയാക്ഷൻസും മാത്രം ആ സ്ട്രക്ചറിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി വരയ്ക്കുന്നതിനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ സെൻട്രോയിഡ് അറിയാം. സെൻട്രോയിഡ് എന്ന് പറയുന്നത് ജോമെട്രിയുടെ സെൻട്രൽ പോയിന്റ്, അല്ലെങ്കിൽ ദ പോയിന്റ് വേർ ദ എൻറ്റയർ ഏരിയ ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്, അതാണ് സെൻട്രോയിഡ്. എൻറ്റയർ ഏരിയ അത് മാസാണ് വരുന്നതെങ്കിൽ അതിൻ്റെ പേര് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നായിട്ട് മാറും. മൊമെന്റ് ഓഫ് ഇനീഷ്യ നമ്മൾ പഠിച്ചു മെക്കാനിക്സിൽ. മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെന്റ് ഓഫ് ദ ഏരിയ എന്നാണ് ഡെഫിനിഷൻ. മൊമെന്റ് ഓഫ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനെയാണ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് എന്ന് പറയുന്നത്. മൊമെന്റ് എന്ന ടേമിൻ്റെ അർത്ഥം ദാറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ സെക്കൻഡ് മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതാണ്, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വൈ സ്ക്വയർ. ഇതാണ് മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പോൾ അതിൻ്റെ ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഐ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എ വൈ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ എ എക്സ് സ്ക്വയർ എന്ന ടേം ഉപയോഗിക്കും. ഓക്കെ, സോ ഇതൊക്കെ ആയിരുന്നു നമ്മൾ മെക്കാനിക്സിൽ പഠിച്ചിരുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. സോ ഇനി നമുക്ക് 1.2 എന്ന ടോപ്പിക്കിലാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. 1.2 ഇതിൽ സ്ട്രെസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്, സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, എന്തൊക്കെ സ്ട്രെയിനുകളുണ്ട്, പിന്നെ ഈ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ഇതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതാണ്. ഹൂക്സ് ലോ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. So mechanics of solids is a subject which dealing with the behavior of solid objects subject to stresses and strain. സ്ട്രെസ്സിനും സ്ട്രെയിനും വിധേയമാവുന്ന അല്ലെങ്കിൽ ഫോഴ്സിന് വിധേയമാവുന്ന ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഈ ബിഹേവിയറിൽ ഇന്റേണലി ഫോഴ്സസ് ഉണ്ടാവാം, ഷേപ്പ് മാറാം, സൈസ് മാറാം. സോ ദാറ്റ് ഈസ് ദ definition of the mechanics of solids. ഈ mechanics of solids we are calculating the stresses and strains in the structural members. സ്ട്രെസ്സും സ്ട്രെയിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സ്ട്രക്ചറൽ മെമ്പർ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ അല്ലെ നമുക്ക് ഡീൽ ചെയ്യാൻ വരുന്നത് ബീംസ്, കോളം, ഷാഫ്റ്റ് എക്സെട്രയാണ്. അറിയാലോ ബീമും കോളം ഒക്കെ. അങ്ങനെ ഡിഫറെൻറ്റ് മെമ്പേഴ്സിൽ ഈ ഫോഴ്സ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സും സ്ട്രെയിനും കാൽക്കുലേറ്റ് ചെയ്യലാണ് ഈ ഒരു സബ്ജക്റ്റോടെ നമ്മൾ പഠിക്കുന്നത്. ഇനി ആദ്യം നമുക്ക് ജസ്റ്റ് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ബോഡീസ് ഉണ്ട് എന്നുള്ള ചെറിയൊരു ഐഡിയ ഉണ്ടാക്കാം. ജനറലി ദർ ആർ റിജിഡ് ബോഡീസ് ആൻഡ് ഡീഫോമബിൾ ബോഡീസ്. ഈ റിജിഡ് ബോഡിയാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്. അതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ റിജിഡ് ബോഡി. Rigid body is the body which have no changes in their sizes or shape when force is applied on it. Or rigid body is defined as a body in which the distance between 2 points never change whatever be the force applied on it. രണ്ട് പോയിന്റ് തമ്മിൽ ഡിഫറൻസ് വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഷേപ്പിലോ സൈസിലോ മാറ്റം വരുന്നില്ല. ശരിക്കും ഇതൊരു ഇമാജിനറി കോൺസെപ്റ്റ് ആണത്, ഒരിക്കലും അങ്ങനെ പ്രാക്ടിക്കൽ ഉണ്ടാവില്ല. സോ റിജിഡ് ബോഡി എന്ന് പറയുന്നത് ഇതാണ്. നെക്സ്റ്റ് ഡിഫോമബിൾ ബോഡി. അത് ആക്ച്വലി ഏതൊരു ബോഡിയും ഡിഫോമബിൾ ബോഡി ആണ്. അതെന്തായിരിക്കും ഡെഫിനിഷൻ?
in which the distance between 2 points is changed when a force is acting on it. ഈ ഒരു ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം that object is an elastic body and it is called a elasticity. നമ്മൾ കേട്ടിട്ടുണ്ടാവും ടേം അല്ലേ? സോ ജനറലി നമ്മൾ രണ്ട് ബോഡീസ് പറഞ്ഞു, റിജിഡ് ബോഡി ആൻഡ് ഡിഫോമബിൾ ബോഡി. ഇനി മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ജനറലി രണ്ട് പ്രോപ്പർട്ടിയാണ് പറയാനുള്ളത്. ഡക്ടൈൽ മെറ്റീരിയൽസ് ആൻഡ് അതർ വൺ ഈസ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഡക്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടി കമ്പികളാക്കാൻ പറ്റും, അതാണ്. വെൻ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇറ്റ് ക്യാൻ ഡിഫോം. എക്സാമ്പിൾ ആണ് കോപ്പർ വയർ. ബ്രിട്ടിൽനെസ് ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ബ്രേക്കിംഗ് വിത്തൗട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഡിഫോർമേഷൻ. നമുക്കറിയില്ല, പെട്ടെന്നായിരിക്കും ബ്രേക്ക് ചെയ്യാം. എക്സാമ്പിൾ ഗ്ലാസ്. So now we are entering into the real mechanics of solids topics. First topic is stress. Stress is defined as the internal resistance developed per unit area against the deformation. Internal resistance develop ചെയ്യുക against the deformation. അപ്പോൾ external force ആക്ട് ചെയ്യുന്ന സമയത്ത് internal ഒരു resistance develop ചെയ്യും per unit area. So അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഡിഫോമിംഗ് ഫോഴ്സ് per area. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഏരിയ ഇൻ മില്ലിമീറ്റർ സ്ക്വയർ. സോ വിൽ ബി ഗെറ്റിംഗ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ. വേറെ പേരാണ് പാസ്കൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എപ്പോഴും യൂണിറ്റ് ന്യൂട്ടണോ മില്ലിമീറ്ററോ അല്ലെങ്കിൽ സെക്കൻഡ്സ് ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്തൊക്കെ യൂണിറ്റ് തന്നാലും ശരി, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺ മില്ലിമീറ്റർ എന്ന ഫോർമാറ്റിലായിരിക്കും. സോ ഹിയർ ഫോഴ്സ് ഇസ് ഇൻ ന്യൂട്ടൺ. കിലോഗ്രാം തന്നാൽ നമ്മൾ തന്നെ ന്യൂട്ടണിലേക്ക് മാറ്റണം. കിലോഗ്രാമിന് എങ്ങനെ ന്യൂട്ടണിലേക്ക് മാറ്റും? കിലോഗ്രാം ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം അങ്ങനെ ന്യൂട്ടണിലേക്ക് മാറ്റാം. മീറ്ററോ സെൻറ്റിമീറ്ററോ തന്നാൽ അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റാം. സോ ഹിയർ ദ യൂണിറ്റ് ഫോർ ദ സ്ട്രെസ് ഇസ് ന്യൂട്ടൺ പെർ mm സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. So what are the different types of stresses? ഈ സ്ട്രെസ് ഡിഫറെൻ്റ് ടൈപ്പായി മാറുന്നത് ഈ മെറ്റീരിയലിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. അവിടെ ശരിക്കും 3 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണുള്ളത്. വൺ ഈസ് നോർമൽ സ്ട്രെസ്, അതർ വൺ ഈസ് ടാൻജൻഷ്യൽ സ്ട്രെസ്, അതിന് വേറെ പേര് ഷിയർ സ്ട്രെസ് എന്ന് പറയും. ദെൻ തേർഡ് വൺ ഈസ് ഹൂപ്പ് സ്ട്രെസ്. ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. First one is normal stress. When the force applied is an axial force, that is known as a normal stress. Allengil when the force is applied perpendicular to the cross section of the member, നമുക്കറിയാം ഒരു compressive force ആക്ട് ചെയ്യുന്നു. Here the force is acting along the axis of the member. അല്ലെങ്കിൽ ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അവിടെയും ദ ഫോഴ്സ് ഇസ് ആക്ടിങ് അലോങ് ദ ആക്സിസ് ഓഫ് ദ മെമ്പർ. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ വരച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫോഴ്സ് ഇസ് ആക്ടിങ്, ഇത് കംപ്രസീവ് ഫോഴ്സ് ആണ്. ഇതിന്റെ ഒരു സെക്ഷൻ മാത്രം ഞാൻ വരച്ചു. ദ കംപ്രസീവ് ഫോഴ്സ് ഇസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദിസ് ക്രോസ് സെക്ഷൻ. So when the force is acting perpendicular to the cross section of the member, or when it is subjected to an axial force, the stress developed is known as normal stress. Clear ആണല്ലോ? ഈ ക്രോസ് സെക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ വേറെ ഇത് പറയുകയാണെങ്കിൽ ഈ ആക്സിയൽ ഡയറക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോഴുണ്ടാവുന്ന സ്ട്രെസ്സിനെയാണ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് കംപ്രസീവ് സ്ട്രെസ് ആവാം, ടെൻസൈൽ സ്ട്രെസ് ആവാം. സോ ദീസ് ആർ ദ ഡിഫറെന്റ് 2 ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ്, ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. ഇപ്പോൾ ഇവിടെ ആയിരിക്കും കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുന്നത്. കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിൽ, ആക്സിയൽ ഫോഴ്സ് ടെൻഷൻ ആണെങ്കിൽ ദർ വിൽ ബി ടെൻസൈൽ സ്ട്രെസ്.
So general equation is force per area. Force നമുക്ക് F ഉപയോഗിക്കാം അല്ലെങ്കിൽ P ഉപയോഗിക്കാം. So normal stress sigma equal to P by A, where P is axial force and A is the cross sectional area. Okay, so if the stress developed or the stress acting or force acting is leading to expansion, that is the length of the material tends to increase, it is the tensile stress. അതേ സമയത്ത് ലെങ്ത്തിൽ കുറവാണ് വരുന്നതെങ്കിൽ the force that attempts to squeeze or compress a material, it is compressive stress. ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, this machine is known as UTM. UTM എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. The strength of materials ലാബിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബിൽ ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻ്റ് ആണ് UTM ചെയ്യുന്നത്. ഇവിടെ കംപ്രസീവ് സ്ട്രെസ്സും ടെൻസൈൽ സ്ട്രെസ്സും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ മെഷീനിൽ. ബെൻഡിങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ട്വിസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. So that is why it is known as a universal testing machine. Different types of tests ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ സ്റ്റീൽ ബാറുകൾക്കാണ്. MS റോഡുകൾ അല്ലെങ്കിൽ TMT ബാറുകൾ, ഇതൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. സൈറ്റിലേക്ക് വേണ്ട ബാറിന് ഉള്ള ശരിയായ സ്ട്രെങ്ത് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് ഹോൾഡറിൻ്റെ ഇടയിൽ നമുക്ക് വേണ്ട സ്പ്രിങ് വെക്കുന്നു, MS ബാർ വെക്കുന്നു. എന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പോർഷൻ മുകളിലേക്ക് നീങ്ങി ഇതോടെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് എന്താ സംഭവിക്കുന്നത്? ഈ ബാറിനെ എക്സ്റ്റേണലായിട്ട് വലിച്ചു നീട്ടുന്നു അല്ലേ? ദാറ്റ് ഈസ് ലീഡിങ് ടു എക്സ്പാൻഷൻ. സോ ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഈ ഒരു ടോപ്പിലെ പോർഷനെ താഴോട്ട് അമർത്തുന്നു, പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇത് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന മെറ്റീരിയൽസ് സാധാരണ കംപ്രസീവ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് ബ്ലോക്കിനൊക്കെയാണ്. ഇപ്പോൾ കോൺക്രീറ്റ് ബ്ലോക്ക് ഇവിടെ വെക്കുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഒരു കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സ്ക്യൂസിങ് ഓർ കംപ്രസിങ് ദ മെറ്റീരിയൽ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്ന സമയം എത്ര ലോഡിലാണ് ബ്രേക്ക് ചെയ്യുന്നത്, ആ ലോഡ് നമുക്ക് കിട്ടും. ഈ ബ്ലോക്കിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്കറിയാൻ പറ്റും. ഒരു ക്യൂബ് ആണെങ്കിൽ അത് സിലിണ്ട്രിക്കൽ ക്യൂബ് ആവാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ക്യൂബ് ആവാം, ഒരു എക്സാക്ട്ലി ക്യൂബ് ആവാം. അപ്പോൾ ഇതിലാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സമയത്ത് അത് ബ്രേക്ക് ആവും. സോ ദാറ്റ് ബ്രേക്കിംഗ് ഫോഴ്സ് അറിയാം, ഈ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്കറിയാം. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്ട്രെസ്. ഇനി ഇവിടെയാണെങ്കിൽ സ്റ്റീൽ ബാറിന് ഒരു ചെറിയ ക്രോസ് സെക്ഷൻ ഉണ്ടാവും, ആൻഡ് വി ആർ അപ്ലൈയിങ് ദ ടെൻഷൻ ദർ. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ടെൻഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദിസ് ക്രോസ് സെക്ഷൻ ഏരിയ, ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ വിൽ ബി ഗിവിംഗ് ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ്. നമ്മൾ നോർമൽ സ്ട്രെസ് പറഞ്ഞു. നോർമൽ സ്ട്രെസ്സിൽ സംഭവിക്കുന്നത് ഫോഴ്സ് ഇസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് ടൈപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ്. ഇവിടെ the force is acting tangentially across the resisting cross section. ഫിഗറിൽ കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഫോഴ്സ് ഇങ്ങനെയായിരുന്നു ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഇറ്റ് ഈസ് ആക്ടിങ് പാരലൽ ടു ദ ക്രോസ് സെക്ഷണൽ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇവിടെ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ടു പാരലൽ ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് ദ ഓപ്പോസിറ്റ് സർഫസസ്. അപ്പോഴാണ് ഒരു ടാൻജൻഷ്യൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഷിയർ ഉണ്ടാവുന്നത്. സോ ദ ബോഡി വിൽ ടെൻഡ് ടു ഷിയർ ഓഫ് അക്രോസ് ദ സെക്ഷൻ. കീറിപ്പോവാണ് ഇവിടെ, ഇങ്ങനെ ഒരു ഷേപ്പ് വ്യത്യാസം വരികയാണ്. അപ്പോൾ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പാരലൽ ടു ദ സർഫസ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് നോർമൽ സ്ട്രെസ്സിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ ക്രോസ് സെക്ഷൻ ആയിരുന്നു. സോ ഹിയർ ഇൻ ദിസ് കേസ് ദ ഷിയർ ഡെവലപ്ഡ് ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ ഷിയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ആംഗിൾ ഓഫ് ഡിഫോർമേഷൻ ഉണ്ടാവും. ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഷിയർ സ്ട്രെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ലേറ്ററിൽ പറയാം. അഗൈൻ ദിസ് ഷിയർ സ്ട്രെസ് ഓഫ് ടു ടൈപ്സ്. സിംഗിൾ ഷിയർ സ്ട്രെസ്സും ഡബിൾ ഷിയർ സ്ട്രെസ്സും ഉണ്ട്.
സിംഗിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് there is only one failure plane. ഇത് രണ്ട് ബാറുകൾ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ, they are connected together by a rivet. ഇതിന് പറയുന്നത് റിവറ്റ് ആണ്. ഹിയർ ദിസ് ഈസ് ദ റിവറ്റ്. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഫെയിലിയർ സംഭവിക്കുന്നത് ഈ ഒരു ജോയിന്റിലാണ്. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രമേ ഫെയിലിയർ സംഭവിക്കുന്നുള്ളൂ. സോ ഇറ്റ് ഈസ് നോൺ ആസ് സിംഗിൾ ഷിയർ സ്ട്രെസ്. ഇവിടെ നോക്കാം, ഇവിടെ രണ്ട് പ്ലേറ്റും വേറൊരു മൂന്നാമത് സെൻറ്ററിൽ വേറൊരു പ്ലേറ്റും ഉണ്ട്. ഇത് മൂന്നിനെ കണക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ദ എലവേഷൻ അല്ലെങ്കിൽ സെക്ഷണൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഫെയിലർ വരാം, ഇവിടെയും ഫെയിലർ വരാം. അപ്പോൾ രണ്ട് പ്ലെയിൻ വന്നു, ഇവിടെ ഒരു പ്ലെയിൻ, ഇവിടെ വേറൊരു പ്ലെയിൻ. അപ്പോൾ ഈ നട്ടിലാണ് അല്ലെങ്കിൽ റിവറ്റിലാണ് ഫെയിലർ വരുന്നത്. So two planes are there, two failure planes. So it is known as double shear stress. ഇതിൻ്റെ കുറച്ചുകൂടി പിക്ചറാണ്, വലിയ പിക്ചറാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, കണ്ടോ, ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫെയിലർ ആയിട്ട് പോവുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു റിവറ്റ് ഷിയർ ചെയ്ത് പോകും ഇവിടെ. അപ്പോൾ ഒറ്റ സിംഗിൾ ഫെയിലർ പ്ലെയിൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് ഈസ് സിംഗിൾ ഷിയർ ഫെയിലർ. ഇവിടേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്ററിലെ ഈ ഒരു പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണല്ലോ ബ്രേക്കിംഗ്. ഇവിടെ ഫോഴ്സ് നമ്മളിങ്ങനെ ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് ലോഡ് വരുന്ന സമയത്ത് ഈ പ്ലേറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് ഈ റിവറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് സെൻറ്ററിലൊരു പീസ് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് പ്ലെയിൻ വന്നു ഫെയിലർ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഡബിൾ ഫെയിലർ പ്ലെയിൻ, ഡബിൾ ഷിയർ ഫെയിലർ. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ഷിയർ സ്ട്രെസ്സസ്, നോർമൽ ഷിയർ സ്ട്രെസ്സും ടാൻജൻഷ്യൽ ഷിയർ സ്ട്രെസ്സും. നോർമലി ഫോഴ്സ് നോർമൽ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ടാൻജൻഷ്യലിൻ്റെ കേസിൽ ഫോഴ്സ് വിൽ ബി ആക്ടിങ് പാരലൽ ടു ദ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ടു ദ ക്രോസ് സെക്ഷൻ. മൂന്നാമത്തെ സ്ട്രെസ് ആണ് ഹൂപ്പ് സ്ട്രെസ്. ഇത് നമ്മുടെ ടാങ്കുകളിലൊക്കെ ഉണ്ടാവുന്ന, വെള്ളം ശേഖരിച്ച് വെക്കുന്ന ടാങ്കുകളിലൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ഹൂപ്പ് സ്ട്രെസ്. ആൻഡ് ദ സ്ട്രെസ് ഇസ് അറൗണ്ട് ദ സർക്കംഫറൻസ് ഓഫ് എ പൈപ്പ്. പൈപ്പ് തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ടാങ്ക് ആവാം. ടാങ്കിൽ ഈ വെള്ളത്തിൻ്റെ തള്ളലുണ്ടാവുക സൈഡിലേക്ക് ആയിരിക്കും അല്ലേ. ഇങ്ങോട്ട് ബസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു ചാൻസസ് ആണുള്ളത്. അങ്ങനെ ബസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടെ ഇതിന് ചുറ്റും ഈ സർക്കംഫറൻസിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് അല്ലെങ്കിൽ സ്ട്രെസ്സിനെയാണ് സർക്കംഫറൻസ് സ്ട്രെസ് അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. വേറെ പേരാണ് സർക്കംഫറൻസ് സ്ട്രെസ്. അതിന് കാരണം എന്താണ്? ഇന്റേണൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ ഇതുപോലെ എക്സ്റ്റേണൽ പ്രഷർ ആവാം. സോ ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് അലോങ് ദ സർക്കംഫറൻസ്. ഒന്നുകിൽ ഇന്റേണൽ പ്രഷർ ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് അലോങ് ദ circumference results into hoop stress, and that hoop stress is equal to the pressure difference divided by this equation, pressure difference into d divided by 2d. തൽക്കാലം ഇക്വേഷൻ ഇപ്പം നിങ്ങൾ നോക്കണമെന്നില്ല, നമുക്കത് വേറൊരു ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഐഡിയ മാത്രം വെക്കുക. വാട്ട് ഈസ് ഹൂപ്പ് സ്ട്രെസ്? ഹൂപ്പ് സ്ട്രെസ് is the stress which is acting along the circumference of the pipe, and it is resulted due to internal pressure അല്ലെങ്കിൽ external force acting along the circumference. Okay. So സ്ട്രെസ്സിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ മൂന്ന് ടൈപ്പ് സ്ട്രെസ് ഒന്നുകൂടി ഓർമ്മിക്കാം. നോർമൽ സ്ട്രെസ് വേർ ഫോഴ്സ് is acting perpendicular to the cross section, അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ the force is acting along the axis of the member. പിന്നെ ടാൻജൻഷ്യൽ സ്ട്രെസ് where stress is acting parallel to the cross section or tangential to the cross section. മൂന്നാമത്തേത് ഹൂപ്പ് സ്ട്രെസ് where force is acting along the circumference of the pipe അല്ലെങ്കിൽ cylinder or due to internal pressure, internal liquid pressure അല്ലെങ്കിൽ air pressure ആവാം. Okay, so these are the three stresses. അപ്പം അങ്ങനെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ട്രെസ് ഉണ്ടാവുക, നമുക്കറിയാലോ, നമുക്ക് തന്നെ വല്ലാതെ സ്ട്രെസ് ഉണ്ടാവും, നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, സ്ട്രെയിൻ ഫീൽ ചെയ്യും അല്ലേ, വല്ലാതൊരു പെയിൻ ഫീൽ ചെയ്യും സ്ട്രെസ് വരുമ്പോൾ. സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഭയങ്കരമായിട്ട് ഫോഴ്സ് വരികയാണ് നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ രാവിലെ തൊട്ട്
4 മണിക്കൂർ 5 മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കണം, അതൊരു സ്ട്രെസ്സാണ്. അങ്ങനെ സ്ട്രെസ് വരുമ്പോൾ നമുക്കൊരു സ്ട്രെയിൻ ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും അല്ലേ, ഒരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രെസ് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് അത് റിസൾട്ട് ചെയ്യുന്നത്? ഒന്നുകിൽ ഈ മെറ്റീരിയലിൻ്റെ സൈസിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഷേപ്പിൽ വ്യത്യാസം വരാം. അപ്പം അങ്ങനെ അതിൻ്റെ ഡയമെൻഷനിലൊരു വ്യത്യാസം വന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഡയമെൻഷനിൽ വ്യത്യാസം വന്നു. ഒറിജിനൽ ഡയമെൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒറിജിനൽ ഷേപ്പ് ഉണ്ടായിരുന്നു. ഈ സ്ട്രെസ് ആക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ഡയമെൻഷനിൽ വ്യത്യാസം വന്നു. So that relation is known as strain. So strain is equal to change in dimension divided by original dimension. ഈ ഡയമെൻഷൻ ലെങ്ത് ആവാം, ലെങ്ത് മീൻസ് ലെങ്ത് ബ്രെഡ്ത്ത് ഒക്കെ ആവാം, അല്ലെങ്കിൽ അത് കമ്പൈൻ ചെയ്തൊരു ഏരിയ ആവാം, അതുമല്ലെങ്കിൽ ഇത് മൂന്നും ലെങ്ത് ബ്രെഡ്ത്തും തിക്നെസ്സും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വോളിയം ആവാം. അങ്ങനെ ഈ ഡയമെൻഷനിൽ ചേഞ്ച് വരുന്നു, അത് ഒറിജിനൽ ഡയമെൻഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്കാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ സ്ട്രെയിൻ ഈസ് ദ ചേഞ്ച് ഇൻ സൈസ് ഓർ ഷേപ്പ് ഓഫ് എ ബോഡി ഡ്യൂ ടു ഡിഫോമിംഗ് ഫോഴ്സ്, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന് ഡയമെൻഷൻ ഉണ്ടാവുന്നില്ല. സോ സ്ട്രെയിൻ ഇസ് എ ഡയമെൻഷൻലെസ് ആൻഡ് ഹാൻസ് നോ യൂണിറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചത് തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നു അത്രമാത്രം. ഈ സ്ട്രെയിൻ 3 ടൈപ്പ് ഉണ്ട്. ഇത് പറഞ്ഞു നമ്മൾ, ലെങ്ത് വരാം, അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് കൊണ്ടാവാം, ടാൻജൻഷ്യൽ സ്ട്രെസ് ആവാം, അപ്പോൾ ഒരു ഷിയറിങ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മൊത്തം വോളിയത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആവാം. അപ്പോൾ ഒരു സിംഗിൾ ഡയമെൻഷനിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എങ്കിൽ ദാറ്റ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി അതിൻ്റെ ഷേപ്പിലാണ് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു സ്ക്യൂസ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് ഷിയർ ചെയ്യപ്പെട്ടു, അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെയിനാണ് ഷിയർ സ്ട്രെയിൻ. ഇനി മൊത്തം വോളിയത്തിലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വിൽ ബി വോളിയോമെട്രിക് സ്ട്രെയിൻ. So based upon the force acting, whether it is changing the length or changing the shape or changing the volume, it will be longitudinal strain, volumetric strain or shear strain. So these are the 3 types of strains. ഇനി longitudinal strain എന്താണെന്ന് നോക്കാം. So longitudinal strain is change in length by original length. L is the change in length. നമുക്ക് ചില സ്ഥലത്ത് ഡെൽറ്റ എൽ എന്ന് ഉപയോഗിക്കും, ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഉപയോഗിക്കും. Anyway, it is a change in length by original length. So epsilon longitudinal strain അല്ലെങ്കിൽ epsilon L ഇങ്ങനെ ഉപയോഗിക്കാം. That is the longitudinal strain. ഇത് തന്നെ 2 തരത്തിൽ വരാം, ടെൻസൈലും വരാം, കംപ്രസീവും വരാം. ടെൻസൈൽ ഫോഴ്സ് വലിച്ചു നീട്ടുന്ന ഫോഴ്സ് ആണെങ്കിൽ അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കും. ഒരു കംപ്രസീവ് ഫോഴ്സ് ആണെങ്കിലും അവിടെ ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിക്കാം. ഓക്കെ, so that is a longitudinal strain. Next is volumetric strain. That is a change in volume by original volume, delta V by V. Then shearing strain. Shearing strain in the case of deforming force produces change in the shape of the body. It is usually measured as the angle in radian. അപ്പോൾ ശ്രദ്ധിക്കണം, angle in radian through which the line originally perpendicular to the fixed face is turned due to the application of tangential force. അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഇങ്ങനെയായിരുന്നു, അവിടെ ഈ ആംഗിളിലേക്ക് ഡിഫോം ചെയ്യപ്പെട്ടു. So that is expressed used as a tan theta. Theta being very small, tan theta is equal to theta, and that is equal to this delta x divided by length of this side. അതാണ് shear strain. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇലാസ്റ്റിസിറ്റി. ഇത് പണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഇലാസ്റ്റിക് ഫ്രോം മെറ്റീരിയൽ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചത് റിജിഡ് ബോഡിയാണ് ഇലാസ്റ്റിക് ബോഡി എന്നുള്ളത്. സോ ഇലാസ്റ്റിസിറ്റി ഈസ് ദ ടെൻഡൻസി ഓഫ് ദ സോളിഡ് മെറ്റീരിയൽ ടു റിട്ടേൺ ടു ദ ഒറിജിനൽ ഷേപ്പ് ആൻഡ് സൈസ് വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് റിമൂവ്ഡ്.
സ്റ്റീൽ കേബിളൊക്കെ അങ്ങനെയാണ്. സ്റ്റീൽ കേബിളൊക്കെ ഡിഫോർമേഷൻ ഉണ്ടാവും, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. പക്ഷേ ഫോഴ്സ് അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതിൻ്റെ ഒറിജിനൽ. റബ്ബർ ബാൻഡ്, സ്പ്രിങ്, ഓക്കെ. സോ ദീസ് ആർ ദ ഇലാസ്റ്റിക് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി. നെക്സ്റ്റ് ഈസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി എപ്പോഴും ഉണ്ടാവില്ല. അതെ, ഫോഴ്സ് ആക്ട് ചെയ്തൊരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിംഗ് സംഭവിക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വരെ മാത്രമേ ഇതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ ലിമിറ്റിൽ കൂടുതൽ സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെർമനന്റ് ഡിഫോർമേഷൻ ആയി കഴിയും, തിരിച്ചു വരാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വരാൻ പറ്റാവുന്ന ഒരു ലിമിറ്റ് വരെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ തിരിച്ചു വരുള്ളൂ. സോ ദാറ്റ് മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഫോഴ്സ്, മാക്സിമം സ്ട്രെസ് ഫ്രം വിച്ച് ഇലാസ്റ്റിക് ബോഡി വിൽ റിക്കവർ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡിഫോമിംഗ് ഫോഴ്സ് ഇസ് നോൺ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എവിടം വരെയാണോ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് നോൺ ആസ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്. അത് സ്റ്റീലിന് വളരെ കൂടുതലായിരിക്കും, അതേസമയത്ത് വുഡ് പോലത്തെ ബ്രിട്ടിൽ മെറ്റീരിയൽസിന് വളരെ കുറവായിരിക്കും. അധികം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. ഓക്കെ, ഇലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ് ഒക്കെ എന്നുള്ളത് നിങ്ങൾ പണ്ട് പഠിച്ച ടേംസ് തന്നെ യൂസ് ചെയ്യാം. ഇതേ വേർഡ് തന്നെ പഠിക്കണമെന്നില്ല. നിങ്ങൾ പ്ലസ് ടുവിലും അല്ലെങ്കിൽ മെക്കാനിക്സിലൊക്കെ പഠിച്ച ടേംസ് ഉണ്ടെങ്കിൽ അത് അതേപോലെ യൂസ് ചെയ്താൽ മതി. പക്ഷേ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, ഈ ടേംസ് അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതും പഠിച്ചതാണ് അല്ലേ, ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താ പറയുന്നത്? when a body is loaded within the elastic limit, ആ പോയിന്റ് എപ്പോഴും ഓർമ്മിക്കണം, അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. if the body is loaded within the elastic limit, the stress produced is directly proportional to strain. നമ്മൾ ആകെ പെട്ടെന്ന് പഠിച്ചിരുന്ന ഒരു ശീലമുണ്ട്, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹൂക്സ് ലോ എന്ന്. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ബേസിക് ആയിട്ടല്ല അണ്ടർലൈൻ ചെയ്യേണ്ട ഇങ്ങനൊരു പോയിന്റ് ഉണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. when the load applied is within the elastic limit, elastic limit ഉള്ളിട്ടുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ stress is directly proportional to strain. So Hooke's law states that when the body is loaded within the elastic limit, stress is directly proportional to the strain. That is, stress is proportional to strain, or stress by strain is a constant, and that constant is known as modulus of elasticity. Okay, so this is the definition of Hooke's law. എന്നിട്ട് പറയാം, when the load is applied or when the stress is within the elastic limit, the stress developed is proportional to strain, and that stress by strain is equal to a constant, and that constant is known as the modulus of elasticity. അപ്പോൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം സ്ട്രെസ് വളരെ കൂടുതലായിരിക്കും. അവർ തിരിച്ചു പറയുകയാണെങ്കിൽ ഹൈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയൽ കൂടുതൽ സ്ട്രെസ് അപ്ലൈ ചെയ്യാൻ പറ്റും, സ്ട്രെയിൻ കുറവായിരിക്കും. If the modulus of elasticity is large, it means a larger stress will produce a small strain. Okay, ഇവിടെയും ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. നമുക്ക് ഇക്വേഷൻ അറിയാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എത്ര സ്ട്രെസ് ഉണ്ട്? നമുക്ക് 3 സ്ട്രെസ് ഉണ്ട്. നോർമൽ സ്ട്രെസ് ഉണ്ട്, ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ഷിയറിംഗ് സ്ട്രെസ് ഉണ്ട്, പിന്നെ വോളിമെട്രിക് സ്ട്രെസ് ഉണ്ടാവാം. അതേപോലെ 3 സ്ട്രെയിനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 3 ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുമല്ലോ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ, ജനറലി സ്ട്രെയിൻ്റെ ബേസിലാണ് പറയുന്നത്, കാരണം നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും മാത്രമേ നമുക്കുള്ളൂ. So based on the strain, there are 3 types of modulus of elasticity. One is Young's modulus of elasticity, that is Y, അല്ലെങ്കിൽ വേറൊരു ടേമാണ് E. Then bulk modulus of elasticity, that is K. And then modulus of rigidity, that is N. പിന്നെ തീറ്റ എന്നും പറയാറുണ്ട്, ഈറ്റ എന്ന് പറയാറുണ്ട്, N എന്ന് പറയാറുണ്ട്. So 3 types of elasticity: Young's modulus of elasticity,
ബൾക്ക് മോഡുലസ് ആൻഡ് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറയും. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ബൾക്ക് മോഡുലസ് നോർമൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഷിയറിംഗ് സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ക്ലിയർ ആണല്ലോ? So these are the different moduluses. സ്ട്രെസ് പറഞ്ഞു, സ്ട്രെയിൻ പറഞ്ഞു, അതിൻ്റെ റിലേഷൻ പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോബ്ലത്തിൽ എക്സസൈസിലേക്ക് പോവാം. ഇവിടെ നമ്മൾ പഠിച്ചത് സ്ട്രെസ്സസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻസ്, അപ്പോൾ തമ്മിലുള്ള റിലേഷൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് വെൻ ദ ലോഡ് ഈസ് വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അത് 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു ബാർ ശ്രദ്ധിക്കാം. Here this bar is fixed at this point and its force is applied F. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ ഒരു റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, എഫ് ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ മെറ്റീരിയലിന് ടെൻഷൻ സംഭവിക്കുന്നു അല്ലേ? അപ്പോൾ ആദ്യം ലെങ്ത് എൽ ഉണ്ടായിരുന്നത് ചെറിയ രീതിയിൽ മാറ്റം വന്ന് ഡെൽറ്റ എല്ലിലേക്ക് പോയി, അല്ലെങ്കിൽ സ്മോൾ എല്ലിലേക്ക് പോയി, എക്സ്റ്റൻഷൻ വന്നു. ഇൻ ദിസ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ദ ക്രോസ് സെക്ഷൻ. ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ ഉണ്ടാവും മെറ്റീരിയലിന്. ഈ ക്രോസ് സെക്ഷനിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇത് 2 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷനിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്കവിടെ ഒരു ക്രോസ് സെക്ഷനിലായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഓരോ ദിസ് ക്രോസ് സെക്ഷൻ നമുക്ക് എന്തുണ്ടാവാം? സ്ട്രെസ് ഉണ്ടാവാം, ഫോഴ്സ് പെർ ഏരിയ, and that is known as the sigma. അതേപോലെ ചേഞ്ച് ഇൻ ലെങ്ത് സംഭവിച്ചു. എല്ലിൽ നിന്ന് എൽ പ്ലസ് ഡെൽറ്റ എല്ലിലേക്ക് വന്നു. സോ ചേഞ്ച് ഇൻ ലെങ്ത്, ദാറ്റ് ഈസ് ഡെൽറ്റ എൽ അല്ലെങ്കിൽ എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൽ. സോ ദാറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡിനൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് പെർ ഏരിയ, ദാറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് y ഈക്വൽ ടു എഫ് എൽ ബൈ എ എൽ. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചിരിക്കുന്ന ഫോർമുല ചിലപ്പോൾ പി എൽ ബൈ എ സ്മോൾ എൽ ആയിരിക്കാം, അല്ലെങ്കിൽ പി എൽ ബൈ സ്മോൾ എ ഡെൽറ്റ എൽ ആയിരിക്കാം. എനിവേ ദിസ് ടൈപ്പ് ഓഫ് ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ എഫ് എൽ ബൈ എ എൽ അല്ലെങ്കിൽ പി എൽ ബൈ എ എൽ. വേറൊരു ഫോർമുല പഠിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെ ആയിരിക്കാം: ഡെൽറ്റ എൽ ഈക്വൽ ടു എഫ് എൽ ബൈ എ ഇ എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയും പഠിച്ചിട്ടുണ്ടാവാം. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തത് മാത്രം. So that is the equation for calculating the Young's modulus, അല്ലെങ്കിൽ change in length. If the force is given, original length is given, cross sectional area is given. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ആയിട്ട് കണക്ഷൻ മനസ്സിലായല്ലോ. where F is the force, delta L is the change in length, L is the original length, area is the cross section, E is the Young's modulus. Okay. So ഇതുപോലൊരു മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫറൻസസ് അല്ലെങ്കിൽ ചേഞ്ചസും അതിൻ്റെ യങ്സ് മോഡുലസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ആ യങ്സ് മോഡുലസ്, സാധാരണ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ്, ഇത് നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്വാണ്ടിറ്റി ഏത് ഉറക്കത്തിന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റണം. 2.1 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ സാധാരണ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളുടെ ക്വാണ്ടിറ്റി എപ്പോഴും ന്യൂട്ടണ് മില്ലിമീറ്ററിലേക്ക് കൊണ്ടുവരാം. ന്യൂട്ടണ് മില്ലിമീറ്റർ മാത്രം മതി നമുക്ക്, വേറൊരു യൂണിറ്റ് വേണ്ട. അപ്പോൾ എന്തൊക്കെ യൂണിറ്റിൽ തന്നാലും മാസ് കിലോഗ്രാം ആണെങ്കിൽ ന്യൂട്ടണിൽ കൊണ്ടുവരണം, കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ന്യൂട്ടണിലേക്ക് കൊണ്ടുവരണം. എങ്ങനെ കിലോ ന്യൂട്ടൺ ന്യൂട്ടണിൽ കൊണ്ടുവരാൻ പറ്റും? 10⁻³ ന്യൂട്ടൺ ആണ് ഒരു കിലോ ന്യൂട്ടൺ. മീറ്ററിനെ മില്ലിമീറ്ററിൽ കൊണ്ടുവരണം. 1 മീറ്റർ ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1000 മില്ലിമീറ്റർ. 10 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 100 മില്ലിമീറ്റർ. അപ്പോൾ ഈ രീതിയിൽ എല്ലാ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയും നമുക്കിവിടെ വേണ്ടത്
ന്യൂട്ടൺ ആൻഡ് മില്ലിമീറ്റർ എന്ന രീതിയിലേക്ക് മാറ്റണം നിർബന്ധമായിട്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 2.1 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ എപ്പോഴും ബൈ ഹാർട്ട് ആയിരിക്കണം. ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ബൈ ഹാർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് ഈസ് 2.1 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ആ ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റും തറവായിരിക്കണം. ഓക്കെ, so we'll attend a question here. A spring of 60 cm long is stretched by 2 cm by the application of the load of 200 gram. What will be the length when the load is 500 gram? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സ്പ്രിങ് വളരെ ക്ലോസ് ആയ സ്പ്രിങ് ആണെന്ന് വിചാരിച്ചോ. ഇതാണ് സ്പ്രിങ്. സ്പ്രിങ്ങിൻ്റെ എക്സാക്ട് രീതിയിലല്ല വരയ്ക്കുന്നത്, പക്ഷേ ഒരു സ്പ്രിങ് ഒരു വളരെ ക്ലോസ്ഡ് ആയ സ്പ്രിങ്. ഇതിൻ്റെ മൊത്തം ലെങ്ത്ത് 60 സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഫോഴ്സ് ആക്ട് ചെയ്ത് വലിച്ചു നീട്ടിയപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ കൂടുതൽ നീളം വന്നു. എത്ര ഫോഴ്സ് ആക്ട് ചെയ്ത സമയത്തായിരുന്നു? 200 ഗ്രാം ആക്ട് ചെയ്യുന്ന സമയത്ത്. ചോദ്യം എന്താണ്? വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ ലെങ്ത് വെൻ ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് 500 ഗ്രാം? ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്ന ഒരേ ഇക്വേഷൻ എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈക്വൽ ടു ഫോഴ്സ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് y എന്നറിയാം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ F/A എന്നറിയാം. F ഇസ് ന്യൂട്ടൺ, ഏരിയ ഇൻ മീറ്റർ അല്ലെങ്കിൽ മില്ലിമീറ്റർ, പിന്നെ സ്ട്രെയിൻ ΔL/L. ഇത്രയും കാര്യം നമുക്കറിയാം. ഈ തന്നിരിക്കുന്നതിൽ ഇതൊക്കെ എങ്ങനെ വരും എന്ന് നോക്കാം. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇവിടെ എഴുതുന്നു. That is Young's modulus y equal to FL/AL. F is in Newton, L is in millimeter, area in millimeter square, and again small l is millimeter. So F നമുക്കറിയാം, F in Newton ആയിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ്. Fന്റെ ഇക്വേഷൻ നമുക്കറിയാം, m into a, mass into acceleration. Acceleration is 9.8 meter per second square. Mass in kilogram. അങ്ങനെയാണെങ്കിൽ എത്ര ന്യൂട്ടൺ വന്നു? 0.2 ഇൻറ്റു 9.8. 0.2 എന്ന് പറയാൻ കാരണം കിലോഗ്രാം, ഗ്രാം 200 ഗ്രാം ആണ്. അപ്പോൾ അതിനെ കിലോഗ്രാം എടുത്തു. സോ 0.2 ഇൻറ്റു 9.8, ദാറ്റ് മച്ച് ന്യൂട്ടൺ. ആൻഡ് ലെങ്ത് ഈസ് ഇൻ millimeter. 60 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ 600 millimeter. ചേഞ്ച് ഇൻ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ചേഞ്ച് ആണ് വന്നത്. സോ ദറ്റ് വിൽ ബി 20 millimeter അല്ലേ? ഇതാണ് ആദ്യത്തെ കേസിൽ. നമുക്കവിടെ ഏരിയ അറിയില്ല, അതങ്ങനെ വെച്ചു. രണ്ടാമത്തെ കേസിലേക്ക് പോവാം. 500 ഗ്രാമാണ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് 0.5 കിലോഗ്രാം ഇൻറ്റു 9.8, ദാറ്റ് മച്ച് ന്യൂട്ടൺ, ഇൻറ്റു ഒറിജിനൽ ലെങ്ത് ഇസ് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 600 millimeter. നമ്മൾ എപ്പോഴും മില്ലിമീറ്ററിലേക്ക് മാറ്റണം. ആൻഡ് ഏരിയ ഇൻറ്റു രണ്ടാമത്തെ കേസിലെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്കറിയില്ല. സപ്പോസ് ഇറ്റ് ഇസ് സം L2. ഇപ്പോൾ സെയിം മെറ്റീരിയൽ ആണ്. അതിൻ്റെ യങ്സ് മോഡുലസിൽ മാറ്റം ഉണ്ടാവുന്നില്ല. ഒരു മെറ്റീരിയലിന് ഒരേ ഒരു യങ്സ് മോഡുലസ് ഉണ്ടാവുള്ളൂ. സോ വി ക്യാൻ ഇക്വേറ്റ് ദീസ് 2 ഇക്വേഷൻസ്. ദാറ്റ് ഈസ് 0.2 into 9.8 into 600 by a into 20 equal to 0.5 into 9.8 into 600. ഈ ഇക്വേഷൻ കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. And by solving that, the a is a constant to cancel I, and we will be getting L2 equal to 50 mm. So total length will be 600 plus 50, that is 650 mm. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ കേസിലെ ചേഞ്ച് എന്ന് പറയുന്നത് 50 mm ആണ്. സോ ടോട്ടൽ ലെങ്ത് ആഫ്റ്റർ ദ അപ്ലിക്കേഷൻ ഓഫ് 0.5 കിലോഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം വിൽ ബി 650 mm ടോട്ടൽ. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്, ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ഇതിൽ പല കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. ചിലപ്പോൾ യങ്സ് മോഡുലസ് കാണാനായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് കാണാനായിരിക്കാം, അല്ലെങ്കിൽ ഫോഴ്സ് കാണാനായിരിക്കാം, ചേഞ്ച് ലെങ്ത് കാണാനായിരിക്കാം, ഒറിജിനൽ ലെങ്ത് കാണാനായിരിക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റിക്വയർഡ് കാണാനായിരിക്കാം. സോ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ആകെ അറിയാനുള്ള എന്തായിരുന്നു? തിയറി പാർട്ട് എന്താണ് ആകെ ഉള്ളത്? സ്ട്രെസ് എന്താണെന്നും സ്ട്രെയിൻ എന്താണെന്നും യങ്സ് മോഡുലസിൻ്റെ റിലേഷൻ അറിയാം. സോ തിയറി പാർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഇതാണ് നമുക്കുള്ള ഒരു
ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലൊക്കെ പഠിക്കുമ്പോഴൊരു വ്യത്യാസം അതാണ്. തിയറി പാർട്ട് വളരെ കുറച്ചേ ഉള്ളൂ, ബട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള എക്സസൈസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ അയച്ചു തരാം. ആ ക്വസ്റ്റ്യൻസ് എല്ലാം മാക്സിമം വർക്കൗട്ട് ചെയ്ത് തറവാക്കുക ഈ പ്രോബ്ലത്തിൽ, ഈ ഒരു മെത്തേഡോളജിനെ. ഓക്കെ, പഠിക്കാൻ ആകെ തരുള്ളൂ. സ്ട്രെസ്സും സ്ട്രെയിൻ എന്താണ്, റിലേഷൻ എന്താണ് കഴിഞ്ഞു. ആകെ ഒരു 10 മിനിറ്റ് പഠിക്കാനേ ഉള്ളൂ. പക്ഷേ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യമുള്ളൂ. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് തരാം. ഇതിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതങ്ങനെ തന്നെ എന്തായാലും എഴുതുക. അതിൻ്റെ കൂടെ വേറെ ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ സപ്ലിമെൻ്റ് ആയി തന്നോളാം. അത് ചെയ്ത് പഠിക്കണം. ഓക്കെ, കഴിയുന്നതും ഈ പ്രോബ്ലംസ് എല്ലാം ഒരു നോട്ട് ബുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതി പോകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അസൈൻമെൻറ്റ് നോട്ടും ഒരു രണ്ടാമത്തെ ഒരു സാധാ നോട്ടും ക്ലാസ് നോട്ടും വേണം. ക്ലാസ് നോട്ടിൽ ഇന്നെടുത്ത് ഈ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ക്ലാസ് നോട്ടിൽ എഴുതി വെക്കുക. ഈ പ്രോബ്ലംസ് ഇന്ന് പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ട് ഈ 3 എക്സസൈസും അതിൽ ചെയ്തിരിക്കണം. പിന്നെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് മറ്റേ നോട്ടിൽ ചെയ്യാം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വർക്കൗട്ട് എക്സസൈസ് ബുക്ക് മാത്രം കീപ്പ് ചെയ്യാം. അതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നതെല്ലാം എഴുതി വെക്കാം. അത് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ പിൻ ചെയ്തിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. അത് മാത്രമേ ഇതിലൊരു ഷോർട്ട് കട്ട് ഉള്ളൂ. ഓക്കെ, തിയറി ആകെ ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? സോ ദിസ് എക്സാമ്പിൾ 2 വായിച്ച് നോക്കുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യൂണിറ്റ് കൺവേർഷനും യൂണിറ്റും വളരെ തറവായിട്ട് കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യാം. നമുക്ക് എപ്പോഴും വേണ്ടത് ന്യൂട്ടണും മില്ലിമീറ്ററും മാത്രമേ ഉള്ളൂ. വേറെ ഒരു യൂണിറ്റ് നമുക്ക് വേണ്ട. So whatever be the quantity given, whatever be the units given, convert that to Newton and millimeter. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 50,000 കിലോഗ്രാം തന്നത്. നമുക്ക് കിലോഗ്രാം വേണ്ട, കിലോഗ്രാമിനെ ന്യൂട്ടൺ ആക്കണം. എന്ത് ചെയ്യണം? കിലോഗ്രാം ഇൻറ്റു 9.8, കിലോഗ്രാം ഇൻറ്റു 9.8 ആണ്. ഗ്രാം തെറ്റിപ്പോയിട്ട്. സോ എഫ് ഈക്വൽ ടു ന്യൂട്ടൺ. ന്യൂട്ടൺ മാത്രം മതി നമുക്ക്. സോ കിലോഗ്രാമിന് ന്യൂട്ടൺ ആക്കി മാറ്റി. ഇനി അടുത്ത ക്വാണ്ടിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഫ് ഔട്ടർ റേഡിയസ് 30 സെൻറ്റിമീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു. നമുക്ക് സെൻറ്റിമീറ്റർ ഇല്ല, മില്ലിമീറ്റർ. സോ 30 സെൻറ്റിമീറ്റർ മീൻസ് 300 mm. ഇത് 400 mm. ഓക്കെ, അഗെയിൻ ദ യങ്സ് മോഡുലസ് ഈസ് ഗിവൺ ആസ് 2 × 10⁻11 2 × 10⁻11 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ന്യൂട്ടൺ മില്ലിമീറ്റർ -2. നമുക്ക് ന്യൂട്ടൺ മീറ്റർ ഇല്ല, മില്ലിമീറ്റർ ആക്കാം. എത്രയാണ് ന്യൂട്ടൺ ഈ ക്വാണ്ടിറ്റി മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ 2 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ന്യൂട്ടൺ പെർ mm സ്ക്വയർ 2 × 10⁵. സോ ക്വസ്റ്റ്യനിൽ നിങ്ങളെ തെറ്റിക്കാൻ മനഃപൂർവ്വം അവർ പല ക്വാണ്ടിറ്റിയും പല യൂണിറ്റ് തരും. അതിൽ വീടരുത്. കൺവേർട്ട് ഇട്ടുണ്ട് ന്യൂട്ടൺ ആൻഡ് മില്ലിമീറ്റർ ഫോമിലേക്ക് കൊണ്ടുവരാം, എന്ത് തന്നെയാണെങ്കിലും. എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ദിസ് പ്രോബ്ലം ഓൾസോ, ആൻഡ് ഹിയർ ദ ആൻസർ ഈസ് ഗിവൻ. യു ഹാവ് ടു ഗെറ്റ് ദിസ് വൺ. Similarly, another question is example 3 is also added here. അതും ചെയ്ത് നോക്കാം. ഈ 3 ക്വസ്റ്റ്യൻസും ഇന്നത്തെ നോട്ടും ഈ നോട്ട്ബുക്കിൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കണം. ഈ 3 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിരിക്കണം. അത് ഇന്ന് തന്നെ തീർത്തിരിക്കണം. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്സ് ഡീൽ ചെയ്യാം.